ഇതിനിടയിൽ ജാഗ്രത കൈവിടരുത്. കോവിഡ് നമ്മെ വിട്ടുപോയിട്ടില്ല. മുൻകരുതലുകൾ ഉറപ്പാക്കുക, വാക്സിൻ എടുക്കുക. പൊതുവേദിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തലശ്ശേരിയിലും ഗുരുവായൂരും ദേവികുളത്തും ഒക്കെ BJP സ്ഥാനാർത്ഥികൾ ഉണ്ടാകില്ല എന്ന് ഏതാണ്ട് ഉറപ്പാക്കുകയാണ്. തലശ്ശേരിയിലെ BJP സ്ഥാനാർത്ഥിയും പാർട്ടി ജില്ലാ പ്രസിഡന്റുമായ N ഹരിദാസിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുന്നു. താമര ചിഹ്നം അനുവദിക്കാൻ സംസ്ഥാന അധ്യക്ഷനെ ചുമതലപ്പെടുത്തുന്ന ദേശീയ പ്രസിഡന്റിന്റെ കത്തിൽ JP നഡ്ഡ ഒപ്പുവച്ചില്ല. ഗുരുവായൂരിലാകട്ടെ മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ കഴിഞ്ഞ തവണ മത്സരിച്ച അഡ്വക്കേറ്റ് നിവേദിതയുടെ പത്രികയാണ് തള്ളിയത്. സത്യവാങ്മൂലത്തിൽ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രന്റെ പേരില്ല എന്നതാണ് പോരായ്മ. ദേവികുളത്ത് NDA സ്ഥാനാർത്ഥിയായ R ധനലക്ഷ്മിയുടെ പത്രിക, ധനലക്ഷ്മി തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അവിടെ മത്സരിച്ചത്. ആ ധനലക്ഷ്മിയുടെ പത്രിക തള്ളിയപ്പോൾ സ്വതന്ത്രനായ ഗണേശിനെ പിന്തുണച്ചുകൊണ്ടാണ് BJP അവിടെ നിന്നും തടിയൂരുന്നത്. കണ്ണൂരിൽ BJPക്ക് ഏറ്റവും അധികം വോട്ടുള്ള മണ്ഡലമാണ് തലശ്ശേരി. അവിടെ പത്രിക തള്ളിയതിൽ ദുരൂഹതയുണ്ട് എന്നാണ് CPMന്റെ ആരോപണം. BJPയെ സഹായിക്കാനാണ്, കോൺഗ്രസിനെ സഹായിക്കാനാണ് BJPയുടെ ഈ നാടകമെന്നാണ് EP ജയരാജനും MV ജയരാജനുമൊക്കെ പറയുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥർ വിവേചനാധികാരം കാട്ടണമെന്നാണ് BJPയുടെ നിലപാട്. ഈ വിഷയമാണ് ഇന്ന് പൊതുവേദി പരിശോധിക്കുന്നത്. തലശ്ശേരിയിൽ BJPക്ക് സ്ഥാനാർത്ഥിയില്ല, ഒത്തുകളിയെന്ന ആരോപണം ശരിയോ? പ്രേക്ഷകർക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പർ 0471 661 5881. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി. ആദ്യം നമ്മളോടൊപ്പം പത്തനംതിട്ടയിൽ നിന്നും ശ്രീ സിജു ആണ് ചേരുന്നത്. ശ്രീ സിജു, ഈ രണ്ടിടത്തെ തലശ്ശേരിയാണെങ്കിലും ഗുരുവായൂരാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഗുരുവായൂരിലാണെങ്കിൽ 1,00,000-ലധികം വോട്ട് കഴിഞ്ഞ തവണ BJP വാങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ തലശ്ശേരിയിലാണെങ്കിൽ 22,000-ലധികം വോട്ടാണ് BJPക്ക് ലഭിച്ചിരുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ജില്ലാ അധ്യക്ഷൻ്റെ പത്രിക തന്നെയാണ് തലശ്ശേരിയിൽ തള്ളിപ്പോകുന്നത്. ഗൂഢാലോചനയുണ്ട്, ഒത്തുകളിയുണ്ട് എന്നൊക്കെ CPM പറയുന്നു. താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്? ഇതിനകത്ത് ഒത്തുകളിയും ഗൂഢാലോചനയല്ല. അതിനപ്പുറത്ത് ഞാൻ സംശയിക്കുന്ന കേസ് വേറൊന്നുമല്ല. അതില് ഈ BJPയുടെ സംസ്ഥാന നേതൃത്വങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ, ഇവര് കോർ കമ്മിറ്റി അംഗമാണ് ഈ നിവേദിത എന്ന് പറയുന്ന ഗുരുവായൂരിലെ സ്ഥാനാർത്ഥി. ഇവർ ഇത്രത്തോളം ലാഘവത്തോടെ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പാടുണ്ടോ? ഇപ്പോ അതുപോലെ തന്നെ BJPക്ക് ഏറ്റവും കണ്ണൂർ ജില്ലയിലെ ഏറ്റവും സ്ട്രെങ്ത് ഉള്ള മേഖല എന്ന് പറയുന്നത് തലശ്ശേരി ഭാഗമാണ്. തലശ്ശേരിയിലെ മുനിസിപ്പാലിറ്റിയിലെ പ്രധാന പ്രതിപക്ഷം എന്ന് പറയുന്നത് BJP-യാണ്. അപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥി, അത് പ്രത്യേകിച്ച് ജില്ലാ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ പത്രികയ്ക്ക് അത്രത്തോളം ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമല്ല. അപ്പൊ ദേവികുളത്ത്, പിന്നെ അതിനേക്കാൾ ഗൗരവം എന്ന് പറയും, ദേവികുളത്തും ഈ പറയുന്ന ഗുരുവായൂരൊക്കെയുള്ള കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിമാർ അവർ തന്നെയാണ് ഇത്തവണ വീണ്ടും മത്സരിച്ചിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ തവണ അവരുടെ പത്രികയ്ക്ക് പ്രശ്നങ്ങളില്ലായിരുന്നു, ഇത്തവണയുണ്ട്. പക്ഷെ ഇക്കൂടി ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വേണമെങ്കിൽ ഈ പത്രിക സ്വീകരിക്കാമായിരുന്നു എന്നുകൂടി പറയുന്നുണ്ടായിരുന്നു. അതാണ് BJP പറയുന്നത്. വളരെയധികം നന്ദി ശ്രീ സിജു. ശ്രീ ദിബീഷ് കണ്ണമാലിയിൽ നിന്നും ചേരുന്നുണ്ട്. ശ്രീ ദിബീഷ്, വിവേചനാധികാരം ഉദ്യോഗസ്ഥർ ഉപയോഗിക്കണം, വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് പത്രിക സ്വീകരിക്കണം. ഇതാണ് BJPയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സ്ഥാനാർത്ഥി, തലശ്ശേരിയിലെ സ്ഥാനാർത്ഥി N ഹരിദാസ് വാദിക്കുന്നത്, പറയുന്നത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇനി അവർക്ക് അവിടെ സീറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല ആ തലശ്ശേരി ഭാഗത്ത്. എന്തായാലും മത്സരിച്ചിട്ട് കാര്യമില്ല. ഇല്ലില്ല, അവിടെ പിണറായി തന്നെ അവിടെ വന്നു. അല്ല, പിണറായി അപ്പുറത്താണ്, ധർമ്മടത്താണ്, തലശ്ശേരിയിലല്ല. അവിടെ തന്നെ അവിടെ CPM തന്നെ വേണം ആ തലശ്ശേരി. എന്നാലാണ് അവിടെ എല്ലാം നന്നാവുള്ളൂ. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ ജഗദീഷ് കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. ശ്രീ ജഗദീഷ്, കോഴിക്കോടിനൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണല്ലോ തലശ്ശേരി. അപ്പോൾ അവിടെ കഴിഞ്ഞ തവണ 22,125 വോട്ടാണ് BJP നേടിയത്. ആ വോട്ട്, അത്രയും വോട്ട് അല്ലെങ്കിൽ അതിലധികം വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ അതിൽ കുറവ് വോട്ടാണ് കിട്ടുന്നതെങ്കിൽ അതെന്തായാലും കോൺഗ്രസിലേക്ക് മറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാടകം എന്നുള്ളതാണ് MV ജയരാജനും EP ജയരാജനും ഒക്കെ പറയുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? കോഴിക്കോട് ബേപ്പൂരില് BJPയും കോൺഗ്രസും പരീക്ഷിച്ച സംഗതിയാണ് ഇപ്പൊ തലശ്ശേരി പരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ പോകുന്നത്. ശരിക്കും നമ്മളെ ഈ ഭക്ഷണം കഴിക്കുന്ന ആളുകളെ വിഡ്ഢികളാക്കുന്ന രീതിയാണ് കോൺഗ്രസും BJPയും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് കസ്റ്റംസ് അന്വേഷിക്കേണ്ടത് ശരിക്ക് ആരെയാണ്?
കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ഇടതുപക്ഷ മുന്നണിയിനെയോ അല്ലെങ്കിൽ അവരുടെ മുഖ്യമന്ത്രിനെയോ അല്ല. പക്ഷേ സംഗതി ഇവിടെ എന്താ ചെയ്യുന്നത്? തണ്ടർ കൂട്ടരെ രാഷ്ട്രീയപരമായിട്ട് കസ്റ്റംസിനെ ഉപയോഗപ്പെടുത്തുന്നു. അത് ജനങ്ങൾക്കും മനസ്സിലാകുന്നുണ്ട്. അതാണ് തീർച്ച. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ രവീന്ദ്രൻ ചേരുന്നു. ശ്രീ രവീന്ദ്രൻ, ഇക്കാര്യത്തിൽ ഒരു മറുവാദമുണ്ട്. ആ മറുവാദത്തിൽ പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ തവണ അവിടെ ഷംസീറിന് ലഭിച്ച വോട്ട് എന്ന് പറയുന്നത് 70,741. BJP-യിലെ VK സജീവന് കിട്ടിയത് 22,125. കോൺഗ്രസിലെ അബ്ദുള്ളക്കുട്ടിയാണെന്ന് മത്സരിച്ചത് അന്ന് 36,624. ഈ അബ്ദുള്ളക്കുട്ടിയുടെ, അതായത് ക്ഷമിക്കണം, കോൺഗ്രസിലെ AP അബ്ദുള്ളക്കുട്ടിയുടെയും അതേപോലെ തന്നെ VK സജീവൻ്റെയും രണ്ടുപേരുടെയും കൂടെ വോട്ട് ചേർത്താലും എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന BJP-യും കോൺഗ്രസും ഒരുമിച്ച് നിന്നാൽ പോലും ഷംസീറിന് അവിടെ ഏതാണ്ട് 12,000-ഓളം വോട്ട് അധികം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ നാടകമൊന്നും നടക്കില്ല എന്നുള്ളതാണ് ഒരു മറുവാദം. എന്താണ് താങ്കളുടെ കാഴ്ചപ്പാട്? സാറേ, ഇത് നാടകമൊന്നുമല്ല. ഇത് സത്യം പറയാൻ കഴിവുകേടെന്ന് പറഞ്ഞാൽ മതി. കഴിവുകേട്. അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് ഈ കേരളത്തിൽ BJP-ക്ക് ഒരു കഴിവുമില്ല, ഇവരെ വന്ന് വഴക്ക് പറഞ്ഞ് പുതിയ ശാസിച്ചിട്ട് പോയിട്ടുണ്ട്. അന്നേരം ഇവരുടെ പ്രവർത്തനം ഒന്നും ശരിയല്ല. ഇവരെന്നെ ഈ കാണിക്കുന്നത് സാധാരണപ്പെട്ട ഒരാളാണോ ആണെങ്കിൽ സാരമില്ല. ഇത് വിദ്യാഭ്യാസം വിവരമൊക്കെ ഉള്ള അഡ്വക്കറ്റുമാരുടെ ഒക്കെ നോമിനേഷൻ തള്ളിപ്പോകുന്ന എന്ത് പണിയാണ് ഇവർ കാണിക്കുന്നത്? ഇവരെങ്ങനെ ഈ കേരളത്തിൽ BJP വളരാൻ പോകുന്നത്? ഇത് കഴിവില്ലേ, കഴിവുകേട് കാണിക്കുന്ന. ഈ കേരളത്തിലെ BJP-ക്ക് കഴിവൊന്നും ഇല്ലാത്ത ഒരു ഇതാണ് ഈ കാണിക്കുന്നത്. ഇപ്പൊ പറയാനുള്ള ഒരു ഇടപെടുത്തി കൊടുത്തില്ലേ? വളരെയധികം നന്ദി. ശ്രീ ജിജോ കൂടി കാസർഗോഡ് നിന്നും ചേരുന്നു. ജിജോ, ഇത് ഒത്തുകളിയാണോ കഴിവുകേടാണോ? ജിജോ, ഇത് ഒത്തുകളി എന്നല്ലാണ്. ഇത് നോമിനേഷൻ തെറ്റിയതിന് ഒത്തുകളി എന്ന് പറയാനുള്ളത്. ഒത്തുകളി എന്നല്ല. ഇപ്പം ഇവര് BJP കോൺഗ്രസിനെ തകർക്കാൻ നിൽക്കുന്ന BJP എങ്ങനെ ഒത്തുകളിച്ച് നിൽക്കുക? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മാവേലിക്കരയില് നമ്മളെ ചെന്നിത്തലയുടെ മണ്ഡലത്തിൽ CPM-നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തു. എന്താ പാലക്കാട് ഒറ്റക്കക്ഷി, ഏറ്റവും വലിയ ഒറ്റക്കക്ഷി അവിടെ കോൺഗ്രസ് അല്ല? കോൺഗ്രസിന് എന്തുകൊണ്ട് CPM സപ്പോർട്ട് ചെയ്യുന്നില്ല? അന്നേരം ആരാണ് പിന്നെ BJP വളർത്താൻ നിൽക്കുന്നത്? അത് മാത്രമല്ല, ഇന്നിപ്പോ പിണറായി വിജയൻ നേരത്തെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആലപ്പുഴയിലെ ചുടുകാട്ടിൽ അത് പിന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ വൈകാരികമാണ്. ഇതേപോലെ ഒരു വൈകാരികയല്ലേ ശബരിമലയിലുള്ളത്? വിശ്വാസികളെ വൈകാരിക എന്താ ഇവർ ഓർക്കാത്തത്? സ്വന്തം ചുടുകാട്ടിലെ വലിയ വൈകാരികയാകുമ്പോൾ ശബരിമല കേസ് വരുമ്പോൾ അത് വൈകാരികയല്ലേ? വിശ്വാസികളെയല്ലേ സമൂഹം ഒറ്റയടക്കം ആക്ഷേപിച്ചുകൊണ്ട് പിണറായി മുന്നോട്ട് പോകുന്നത്? ജിജോ, വളരെയധികം നന്ദി. ശ്രീ ഷെറിൽ കൂടി ചേരുന്നു. ഷെറിൽ, ഈ പറയുന്നത് പോലെ തലശ്ശേരിയിൽ സംഭവിച്ചത് അത് വോട്ട് മറിക്കാനുള്ള ഒരു തന്ത്രമാണ്. കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുക, അതിനുവേണ്ടി മനഃപൂർവ്വം പത്രിക തള്ളുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് MV ജയരാജനും EP ജയരാജനും ഒക്കെ പറയുന്നത്. താങ്കളുടെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം അത് തന്നെയാണ്. കാരണം തലശ്ശേരിയിൽ ഇപ്പോൾ ഓൾറെഡി തന്നെ BJP-ക്ക് 10,000 വോട്ടുണ്ട്. ഈ വോട്ട് ഇനി എങ്ങോട്ടേക്ക് പോകും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവിടെ ഷംസീറിന് കഴിഞ്ഞ കൊല്ലം 36,000 വോട്ടിന്റെ ലീഡുണ്ട്. അപ്പോൾ ഇത് ഉറപ്പാണ് നേരത്തെ പറഞ്ഞ പോലെ ധർമ്മട സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ വോട്ടും, അതുപോലെ തന്നെ തലശ്ശേരിയിൽ കോൺഗ്രസിന്റെ വോട്ട് നേരെ ഈ BJP-ന്റെ വോട്ട് നേരെ കോൺഗ്രസിലേക്ക് പോവുകയും ചെയ്യും. അതിന് വലിയൊരു സംശയമൊന്നുമില്ല. പിന്നെ മുല്ലപ്പള്ളി പറഞ്ഞു ഇത് CPM-ഉം BJP-യും തമ്മിലുള്ള ഡീലാണ് തലശ്ശേരി എന്നുള്ളത്. അതെങ്ങനെയാണെന്നുള്ള സംഭവം നമുക്ക് തീരെ എന്താ പറയാ ആലോചിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അതാണ് പ്രശ്നം. മുല്ലപ്പള്ളി എന്നത് വ്യക്തമാക്കി തരണമെന്ന് ഒരു ചെറിയ അഭ്യർത്ഥന കൂടിയുണ്ട്. വളരെയധികം നന്ദി. ശ്രീ അനീഷ് കൂടി ചേരുന്നു. കണ്ണൂരിൽ നിന്നുമാണ് അനീഷ് വിളിക്കുന്നത്. അനീഷ്, കണ്ണൂർ എവിടുന്നാ? മുഴക്കുന്നാണ്. വലിയ അകലമൊന്നുമില്ല. ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ ആയിട്ടുള്ളതാണ്. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? താങ്കൾ ഇത് ഇവര് രണ്ടാമൂല ഒത്തുകളിയാണ്. കോൺഗ്രസും BJP-യും കൂടിയില്ലേ? ഇത്ര നല്ല ഭരണം അട്ടിമറിക്കേണ്ട ഇതാണ് ഇവരെ ഇത്. പക്ഷെ അതൊന്നും നടക്കില്ല. ഇവരെ മുല്ലപ്പള്ളി ആദ്യം പറഞ്ഞല്ലേ? പറഞ്ഞോളൂ അനീഷ്, കേൾക്കാം അനീഷ്. നമ്മളെ മുഖ്യമന്ത്രി ഇത്രയും നല്ല ഇത് ചെയ്തിട്ട് ഇത് അട്ടിമറിക്കേണ്ട ഇതാണ്. കോൺഗ്രസിന് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണമെന്ന് ഒറ്റ ഇതാണ്. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ ഉണ്ണി നമ്മളോടൊപ്പം കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ഉണ്ണി, ഈ വളരെ ഉണ്ണിയുടെ ഫോൺ കട്ടാണ്. ശ്രീ സുകുമാരൻ നായരുണ്ട് നമ്മുടെ കൂടെ. കേൾക്കാമോ ശ്രീ സുകുമാരൻ നായർ? കേൾക്കാം. പറഞ്ഞോളൂ അഭിപ്രായം. അല്ല, ഇത് നമ്മൾക്ക് കഴിഞ്ഞ കുറെ മാസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ പിന്നെ ഈ കോൺഗ്രസും BJP-യും തന്നെ എന്തെങ്കിലും വൈകുന്നേരത്തെ ഇത് അന്ത്യചർച്ചകളിലെല്ലാം നമ്മൾ സ്ഥിരം കാണുന്നതാണ്. കോൺഗ്രസും BJP-കാരും തമ്മിൽ തന്നെ ഒന്നാണ്. അവർക്കിവിടെ നാവെല്ലാം ഒന്നെ, ഒരേ നാവും രണ്ട് ശരീരം മാത്രമാണ്. അപ്പൊ പിന്നെ അത് ഒത്തുകളി തന്നെയാണ്, അതിൽ സംശയിക്കാനില്ലേയില്ല.
റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ ചന്ദ്രൻ കോഴിക്കോട് നിന്നും ചേരുന്നു. ശ്രീ ചന്ദ്രൻ, ഇതൊരു ഒത്തുകളി എന്ന് മാത്രം നമുക്ക് പറയാമോ? ഇപ്പോൾ ഒരു സ്ഥലത്താണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അതേപോലെ തന്നെയാണ് 1.25 ലക്ഷത്തോളം വോട്ട് കിട്ടിയിട്ടുള്ള ഗുരുവായൂരിൽ സംഭവിക്കുന്നത്. ഗുരുവായൂരിലാണെങ്കിൽ നോക്കുക, അഡ്വക്കേറ്റ് നിവേദിത മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയാണ്. അവരുടെ പത്രികയാണ് തള്ളിപ്പോകുന്നത്. കാരണം എന്താണ്? കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഒപ്പില്ല. അപ്പോൾ അതേപോലെ തന്നെ ദേവികുളത്ത് നോക്കുക, ദേവികുളത്താണെങ്കിൽ ധനലക്ഷ്മി കഴിഞ്ഞ തവണയും മത്സരിച്ച് 11,000-ഓളം വോട്ട് നേടിയതാണ്. എന്നിട്ടും ഇത്തവണയും ഇതേപോലെ പത്രിക തള്ളിപ്പോകുന്നു, ഫോം എ ഇല്ല എന്നും പറഞ്ഞ്. അപ്പോൾ ഇതൊക്കെ ഒരു ഒത്തുകളി മാത്രമാണോ, അതോ തികഞ്ഞ കെടുകാര്യസ്ഥത, നോട്ടപ്പിശകെന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിനപ്പുറത്തേക്കുമുള്ള തെറ്റ്, അങ്ങനെ വേണോ കാണാൻ? ഇതൊന്നും ഒത്തുകളിയല്ല സാർ. ഒത്തുകളി എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് മുഴുവനുള്ളതായ ഇന്ത്യ രാജ്യത്ത് മുഴുവനുള്ളതായ കോൺഗ്രസിനെ ബി ജെ പിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്. ഈ കേവലം ഇവിടെ 20 സീറ്റുള്ള കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റൂല. വെറുതെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇതുമില്ല. ഇന്ത്യ രാജ്യം മുഴുവനും കോൺഗ്രസ് ബി ജെ പിനെ ഇല്ലാതാക്കാൻ കഴിയുന്നത്, ബി ജെ പി കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ കഴിയുന്നത്. ഇവർ ഒളിഞ്ഞും തുടങ്ങി. ഇപ്പം ബാലഭാസ്കർ പറഞ്ഞില്ലേ ഞങ്ങള് ബില്ലുണ്ട് എന്നുള്ളത്, നിങ്ങൾക്ക് ഈ കേട്ടിട്ടില്ലേ? ബാലശങ്കർ പറഞ്ഞില്ലേ ഇത് ഞാൻ ഒത്തുകളി ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഈ കോൺഗ്രസിനെ ഇല്ലാതാക്കാനല്ലേ ബി ജെ പി കളിക്കണേ? അത് മുരളീധരൻ ഇവിടെ പോയിട്ട് കുമ്മനത്തിനെതിരായിട്ട് മത്സരിക്കുന്നത് എന്തുകൊണ്ടാണ്? കമ്മ്യൂണിസ്റ്റ് പിന്നെ ബി ജെ പിനെ ഇല്ലാതാക്കാനാണ്. വളരെയധികം നന്ദി. ശ്രീ നിഖിലേഷ് കൂടി ചേരുന്നുണ്ട്. നിഖിലേഷ് നാദാപുരത്തു നിന്നാണല്ലേ? നിഖിലേഷ്, എന്ത് തോന്നുന്നു, ഇത് തൊട്ടടുത്താണ് ഇങ്ങനെ നടക്കുന്നത്? അതായത് ഇതിനു മുന്നേ ബേപ്പൂരിലും വടകരയിലും നമ്മൾ കണ്ടതാണ്. ഈ കോലീബി സഖ്യം, കോൺഗ്രസും ബി ജെ പിയും ലീഗും കൂടി ഒരുമിച്ച് സഖ്യം ഉണ്ടാക്കി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോ നമ്മൾ എന്തൊക്കെ ഈ ബി ജെ പിയും കോൺഗ്രസും ലീഗും എന്തൊക്കെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചാലും ഈ ജനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഈ ഇടതുപക്ഷ സർക്കാർ രണ്ടാമതും തിരിച്ചു വരും. ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒട്ടനവധിയായ ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി നമ്മുടെ സർക്കാർ വീണ്ടും വരുമെന്ന് തന്നെയാണ് പറയാൻ വേണ്ടി. വളരെയധികം നന്ദി ശ്രീ നിഖിലേഷ്. ശ്രീ സജീഷ് സത്യ, അദ്ദേഹം ഗുരുവായൂരിൽ നിന്നുമാണ്. ശ്രീ സജീഷ്, ഗുരുവായൂരിൽ നിന്ന് വിളിക്കുന്നത് കൊണ്ട് തന്നെ ഗുരുവായൂരിൽ ഇത്തവണ ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകില്ല. കാരണം ഡമ്മി സ്ഥാനാർത്ഥിയുടെ കൂടി പത്രികയൊക്കെ പോയതുകൊണ്ട് എൻ ഡി എക്ക് അവിടെ ഡമ്മി ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന നിവേദിത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഇനി അവിടെ ഒരു സാധ്യത ബി ജെ പിക്ക് കാണുന്നില്ല. സ്വന്തം മണ്ഡലമാണ്. എന്താണ് പറയാനുള്ളത്? ശ്രീ സജീഷ് കേൾക്കാമോ? അദ്ദേഹത്തിൻ്റെ ഫോൺ കട്ടാണ്. ശ്രീ ചന്ദ്രനുണ്ട് കോഴിക്കോട് നിന്നും. ശ്രീ ചന്ദ്രൻ, താങ്കൾക്ക് കേൾക്കാമോ? ശ്രീ ചന്ദ്രൻ, ടി വിയിൽ ശ്രദ്ധിക്കേണ്ട, പറഞ്ഞാൽ മതി, എനിക്ക് ഇവിടെ കേൾക്കാം. അഭിപ്രായം എന്താണ് പറയാനുള്ളത്? അദ്ദേഹം ടി വി ശ്രദ്ധിക്കുകയാണ്. കണ്ണൂരിൽ നിന്നും ശ്രീ ഷിജിത്ത് ചേരുന്നുണ്ട്. ഷിജിത്ത്, ഒരിടത്തെ കാര്യമാണെങ്കിൽ നമുക്കത് ഒത്തുകളി എന്ന് പറയാം. പക്ഷേ എം വി ജയരാജൻ ഇതോടൊപ്പം തന്നെ ചോദിക്കുന്നുണ്ട്, തൊട്ടപ്പുറത്ത് കൂത്തുപറമ്പിൽ ഇതേപോലെ സംഭവിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ധർമ്മടത്ത് ഇങ്ങനെ സംഭവിച്ചില്ലല്ലോ, ഒരു ജില്ലാ പ്രസിഡന്റ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് സംശയകരമാണ് എന്ന് പറയുന്നു. താങ്കൾക്കുണ്ടോ ആ സംശയം? കാരണം ആദ്യമായി തെരഞ്ഞെടുപ്പിന് നേരിടുന്ന ആളുകളല്ല കണ്ണൂരിലെ ബി ജെ പി നേതാക്കന്മാർ. അതുകൊണ്ട് തന്നെ നാളെ ഇവിടേക്ക് ബി ജെ പിയിലേക്ക് ചേരാനിരിക്കുന്ന കോൺഗ്രസിന്റെ നേതാവ് കെ സുധാകരനും ബി ജെ പി നേതൃത്വം തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഇതിന്. അല്ല ഷിജിത്ത്, അങ്ങനെ പറയുമ്പോൾ കെ സുധാകരൻ വളരെ വൈകാരികമായി പറയുകയാണ്, എൻ്റെ ജീവനാണ് കോൺഗ്രസിലുള്ള എൻ്റെ നിക്ഷേപം എന്ന് പറയുന്നത്. എന്നിട്ടും നിങ്ങൾ പറയുന്നു ഞാൻ കോൺഗ്രസ് വിട്ടുപോകുമെന്ന്. ഒരിക്കലും ആ തെറ്റ് പൊറുക്കാനാകില്ല, അങ്ങനെ പറയരുതെന്നാണെന്ന് സുധാകരൻ പറയുന്നത്. പാർട്ടി വിടാനിരിക്കുന്ന ആള് KPCC പ്രസിഡന്റിനെ കുറിച്ച് പറയണ്ട എന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ നേതാവായിട്ടിരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താനാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോ അവരുടെ നേതാക്കന്മാരോ അല്ല. റൈറ്റ്. ശ്രീ പ്രഭാകരൻ നായർ കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ശ്രീ പ്രഭാകരൻ നായർ, ഗുരുവായൂരിലും ഇതേപോലെ തന്നെ സംഭവിക്കുന്നു, കണ്ണൂരിലും ഇങ്ങനെ തലശ്ശേരിയിൽ ഇങ്ങനെ സംഭവിക്കുന്നു, ദേവികുളത്ത് ഇതിന് സമാനമായ രീതിയിൽ സംഭവിക്കുന്നു. അപ്പോൾ നോക്കുക, സ്വന്തം മഹിളാ മോർച്ചയുടെ വനിതാ സംഘടനയുടെ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷയ്ക്ക് മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുക, അത് വളരെ ഗൗരവമായി കാണേണ്ടതല്ലേ?
തീർച്ചയായിട്ടും സാറേ, ഇത് എന്നാന്നറിയോ, ഇത് ഇവന്മാർ ഒക്കച്ചക്കാരിമാരാ. ഇവന്മാർ രണ്ടുപേരൂടെ കൂടി ഈ കോൺഗ്രസും BJPയും കൂടെ ഈ കേരളം നശിപ്പിക്കും. എന്നാൽ ഇവന്മാർക്കെല്ലാം ചൂട്ടുപിടിക്കുന്ന ആരെന്നറിയോ? നമ്മുടെ ഈ NSSന്റെ സുകുമാരൻ നായർ എന്ന് പറഞ്ഞവനാ. അയാൾ പറയുന്ന, ഞാൻ പറഞ്ഞില്ല, ഞാനും ആ സമുദായത്തിൽപ്പെട്ടവനാ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക വിശ്വാസ സമരട്ടടന്ന് അയ്യപ്പൻ എന്നും പറഞ്ഞ് കടന്ന് കൂവിക്കൊണ്ടിരിക്കുക. ഇവന്മാർക്ക് രണ്ടുപേർക്കും എന്റെ പൊന്നു സാറേ, ഈ കേരളത്തിന്റെ വികസന പദ്ധതികളെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയുവോ, അതിന്റെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംസാരിക്കുകയോ ചെയ്യാനായിട്ടുള്ള ഒരു സാമാന്യ മര്യാദ വേണ്ടേ? അയാൾ ഇപ്പൊ എഴുതി കാണിച്ചോണ്ട്, നിങ്ങളുടെ ന്യൂസ് ഇപ്പൊ എഴുതി കാണിച്ചോണ്ടിരിക്കുക NSS മുഖ്യമന്ത്രിക്കെതിരെ. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഒരു ഗവൺമെന്റ് ചെയ്ത നല്ല കാര്യമല്ലേ അത്? അതായത് സ്ത്രീയും പുരുഷനും തമ്മിൽ എന്താ സാറേ വ്യത്യാസം? സ്ത്രീയും പുരുഷനും തുല്യ അവകാശ, ഈ നമ്മുടെ രാജ്യത്ത് തുല്യ അവകാശ. ശബരിമല സ്ത്രീകൾ കയറി എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിക്കുകയില്ല. വളരെയധികം നന്ദി ശ്രീ പ്രഭാകരൻ. ഏതായാലും ശബരിമല വിഷയത്തിലാണ് താങ്കളുടെ കാഴ്ചപ്പാട് കൂടുതലും. ശ്രീ വിഘ്നേഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിഘ്നേഷ്, ഗുരുവായൂരിൽ ഇങ്ങനെ സംഭവിക്കുക അല്ലെങ്കിൽ മറ്റ് പല സ്ഥലത്തും സംഭവിക്കുക എന്നൊക്കെ പറയുന്നു. ഇത് ഇപ്പോൾ MV ജയരാജന്റെ ചോദ്യം കുറച്ചുകൂടി ഒരു യുക്തിഭദ്രമായി തോന്നില്ലേ? കാരണം ധർമ്മടത്തോ കൂത്തുപറമ്പിലോ സംഭവിച്ചില്ല. ഒരു പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് മത്സരിക്കുന്നു, അവിടെയാണ് ദേശീയ അധ്യക്ഷന്റെ ഒപ്പില്ലാതെ സാധനം കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതൊരു നോട്ടപ്പിശക് കൊണ്ട് സംഭവിച്ചതല്ല, അവിടെ ഒരു ഒത്തുകളി നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. താങ്കൾക്ക് ആ ആരോപണം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? സാർ, ഇതിനെ രണ്ട് രീതിയിലും വ്യാഖ്യാനിക്കാം. ഒന്ന്, രണ്ടും മികച്ച നേതാക്കളാണ്. ഒന്ന് ജില്ലാ നേതാവും ഒന്ന് സംസ്ഥാന അധ്യക്ഷയും. അപ്പൊ അവർക്ക് ഇത് നോട്ടപ്പിശകാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതും കോർ കമ്മിറ്റി അംഗമാണ് നമ്മുടെ മഹിളാ മോർച്ച അധ്യക്ഷ. വളരെ ദയനീയമായിട്ടുള്ളൊരു പരാമർശമാണ് അവർ തന്നെ ഉന്നയിക്കുന്നത്. റൈറ്റ്, വളരെയധികം നന്ദി. സംശയം ലേശവും തോന്നുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ശ്രീ രവീന്ദ്രൻ നായർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രവീന്ദ്രൻ നായർ, തലശ്ശേരി പോലെ ഒരു സ്ഥലത്ത് അത്രയധികം രാഷ്ട്രീയ പ്രാധാന്യം BJP കൽപ്പിക്കുന്ന ഒരു സ്ഥലത്ത് 22,000-ലധികം വോട്ട് കഴിഞ്ഞ തവണ കിട്ടിയിട്ടുള്ള ഒരു സ്ഥലത്ത് അവിടെ വോട്ട് മറിക്കാൻ BJP നിൽക്കുമോ? എന്ത് തോന്നുന്നു? സാർ, തീർച്ചയായിട്ടും ഇത് അവരുടെ മൊത്ത കച്ചവടം ഉറപ്പിച്ചേക്കാണ്. ഇവിടെ അവര് നേമത്തൊരു മുരളീധരനെ കൊണ്ടുവച്ചിട്ട് വേല കാണിച്ചിട്ട് ബാക്കിയുള്ള എല്ലാം പമ്പര വിട്ടികളാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടെ ഇത് ആലോചിച്ച് നോക്കുക. ഒരു ജില്ലാ പ്രസിഡന്റിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വിവരം കെട്ട ഒരു പാർട്ടിയാണ് BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നാട് ഭരിക്കാൻ ഇരുന്നിട്ടോ ഇന്ത്യ ഭരിച്ചിട്ടോ കാര്യമുണ്ട്. ഇവർ തലമുണ്ടനം ചെയ്ത് ഇവിടെ രാഷ്ട്രീയം മതിയാക്കി പോണ്ടേ? റൈറ്റ്, വളരെയധികം നന്ദി ശ്രീ രവീന്ദ്രൻ നായർ. മറ്റു പ്രേക്ഷകരിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. 6 വയസ്സ് മുതൽ വയലിൻ പഠിക്കാൻ നിർബന്ധം പിടിച്ച കുട്ടി. പ്രോഗ്രസീവ് മ്യൂസിഷ്യൻസ്. ഇന്റർനാഷണൽ പിയാനോ, വയലിൻ, ഗിറ്റാർ മത്സരങ്ങളിൽ പങ്കെടുത്ത് വെള്ളി മെഡൽ നേടിയ ഏക ഇന്ത്യക്കാരി. ന്യൂയോർക്കിലെ പ്രശസ്തമായ കാർണഗി ഹാളിൽ വയലിൻ വായിക്കാൻ പോകുന്ന ആ വേദിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി. ലോകത്തെ അതിശയിപ്പിക്കുന്ന വയലിനിസ്റ്റാണ് ഗോവയിൽ നിന്നുള്ള ആൻഡ്രിയ ഡിയസ്. വയലിനാണ് അവളുടെ ആത്മാവ്. ഗുരുക്കന്മാർക്കല്ലാതെ മറ്റാർക്കും വയലിൻ തൊടാൻ അവകാശമില്ല. ये वायलिन मैं जरा होल्ड करके देख सकता हूं? क्यों? मैं आपका वायलिन नहीं टच कर सकता? क्यों? सॉरी. ലണ്ടനിലെ പ്രശസ്തമായ ട്രിനിറ്റി മ്യൂസിക് കോളേജിലെ ലെവൽ 4 ഡിപ്ലോമ പൂർത്തിയാക്കിയ കുട്ടിയാണ് വെസ്റ്റേൺ ക്ലാസിക്കൽ ശൈലിയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വയലിനിസ്റ്റുമാണ്. വരുന്നു യങ് ജീനിയസ്. മാർച്ച് 20 രാത്രി 7:30 ന്യൂസ് 18 കേരള. പൊതുവേദി തുടരുകയാണ്. തലശ്ശേരിയിൽ BJPക്ക് സ്ഥാനാർത്ഥിയില്ല, ഒത്തുകളിയാണോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ശ്രീ അർജുൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, തലശ്ശേരി പോലുള്ള ഒരു സ്ഥലത്ത് BJPക്ക് ഇത്രയധികം വോട്ടുള്ള ഒരു സ്ഥലത്ത് ഒട്ടേറെ വോട്ട് കൂട്ടാൻ വേണ്ടി BJP ഓടി നടക്കുന്ന സമയത്താണ് അവിടെ സ്ഥാനാർത്ഥി തന്നെ ഇല്ലാതായി പോകുന്നത്. പറയൂ അർജുന്റെ അഭിപ്രായം. ഇത് ഒരു ഒത്തുകളിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അമിത്ഷാ ഉൾപ്പെടെ വരാനൊരുക്കുന്ന ഒരു ജില്ലയാണ് തലശ്ശേരി. അങ്ങനെയുള്ള ഒരു ജില്ലയിൽ ഒത്തുകളിച്ച് BJPക്കോ
അതേസമയം നല്ല രീതിയിൽ ചെയ്യുന്ന CPM-നോ അതേസമയം കോൺഗ്രസിനോ ഇതിനകത്ത് ഒരു ഒത്തുകളിക്കൊന്നും ആ ഒരു സാധ്യതയും കാണുന്നില്ല. പക്ഷെ ഇവിടെ പലരും അഭിപ്രായം പറയുന്നത് വളരെ വളരെ മോശമായിട്ട്, അതായത് നമ്മളെ പോലുള്ള അത്യാവശ്യം വിദ്യാഭ്യാസം പ്രബുദ്ധരായ മലയാളികൾ എന്ന് പറയുന്ന തികച്ചും ഏതെങ്കിലും പാർട്ടീനെ അന്ധമായി വിശ്വസിച്ച് അവർ പറയുന്ന കേട്ട് പ്രതികരിക്കാതിരിക്കുക എന്നുള്ള ഒരു അപേക്ഷയും കൂടിയുണ്ട്. സ്വന്തമായിട്ട് ചിന്തിച്ച് ശരിയെന്നുള്ള ഒരു അഭിപ്രായം പറയണം ആര് വിളിച്ചാലും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്, വളരെയധികം നന്ദി ശ്രീ അർജുൻ. ശ്രീ സൂപ്പി കൂടി ചേരുന്നുണ്ട്. ശ്രീ സൂപ്പി, പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ള അമിത്ഷാ തന്നെ നേരിട്ട് പ്രചാരണത്തിന് വരികയാണ് തലശ്ശേരിയിൽ. CPM ചോദിക്കുന്നു, തലശ്ശേരിയിലെത്തുന്ന അമിത്ഷാ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് വോട്ടർമാരോട് പറയും എന്ന്. താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്? അദ്ദേഹത്തിന്റെ ഫോൺ കട്ടാണ്. ശ്രീ സുരേന്ദ്രനുണ്ട് കണ്ണൂരിൽ നിന്നും. ശ്രീ സുരേന്ദ്രൻ, കേൾക്കാമോ? പറഞ്ഞോളൂ, അഭിപ്രായം പറഞ്ഞോളൂ സുരേന്ദ്രൻ. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിട്ട് ന്യായമായ രീതിയിൽ ഒരു ആക്ഷേപവും ഉന്നയിക്കാൻ കഴിയാത്ത ഒരു പരിസ്ഥിതിയിൽ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലുള്ള ഈ ഗവൺമെന്റിനെയും മുന്നണിനെയും കരുതേച്ച് കാണിക്കാനാണ് കോൺഗ്രസും ലീഗ് BJP ഉള്ള എല്ലാ കക്ഷികളും ഇതുവരെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം നന്ദി. ശ്രീ സിജോ ആലപ്പുഴയിൽ നിന്നും ചേരുന്നുണ്ട്. സിജോ, ഒരു നോട്ടപ്പിശകെന്ന് മാത്രമായിട്ട് ഇതിനെ പറയാമോ? നോക്കുക, ജില്ലാ പ്രസിഡന്റിന് മത്സരിക്കാൻ കഴിയുന്നില്ല, മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയ്ക്ക് മത്സരിക്കാൻ കഴിയുന്നില്ല. അവിടെ ഗുരുവായൂരിലാണെങ്കിൽ 25,000-ത്തിലധികം വോട്ട് വാങ്ങിയിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് ഈ പറയുന്ന നിവേദിത കഴിഞ്ഞ തവണ. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഈ 3 മണ്ഡലങ്ങളിലും LDF-ന് 5,000-ന് മുകളിൽ ഭൂരിപക്ഷമുള്ളതാണ് ഈ 3 മണ്ഡലങ്ങളിലും. വളരെ അല്ല, 5,000 എന്നൊന്നും പറഞ്ഞാൽ പോരാ. തലശ്ശേരിയിൽ 34,117 വോട്ട് ഭൂരിപക്ഷമുണ്ട്. ഏറ്റവും കുറഞ്ഞതിനകത്ത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ഗുരുവായൂർ 16,000-ന് മേൽ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. എന്തിനും നിർറിക്കട്ട രാഷ്ട്രീയമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, BJP-യും കോൺഗ്രസും കൂടെ ചേർന്നിട്ട്. ഈ തുടർഭരണം എന്നുള്ള ഈ ദേശീയ മാധ്യമങ്ങളുടെ എല്ലാം റിസൾട്ട് വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇവർ ഇത്രയും വലിയൊരു കൂട്ടുകെട്ട് കേരളത്തിൽ തുടങ്ങിയിരിക്കുന്നത്. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ ശശികുമാർ കൂടി ചേരുന്നുണ്ട്. സമയക്കുറവ് കൊണ്ടാണ്. ശശികുമാർ, പറഞ്ഞോളൂ. സാറേ, ഇതൊരു എന്താ പറയാ, ഒന്നും അറിയാത്ത ആൾക്കാരല്ലല്ലോ ഇത് നോമിനേഷനൊക്കെ കൊടുക്കുന്നത്. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ഒരു ഒത്തുകളിയാവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു യുവമോർച്ച മറ്റേ ഗുരുവായൂരത്തെയും തലശ്ശേരിയിലൊക്കെ കാൻഡിഡേറ്റ് നല്ല രീതിയിൽ ഒരു സ്ഥാനത്തിരിക്കുന്നവർ മത്സരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കാരണവശാലും അത് അത്തരത്തിലുള്ളൊരു ഇതായിരിക്കും എനിക്ക് തോന്നുന്നില്ല. ശ്രദ്ധയാണെന്ന് തോന്നാൻ പറ്റുന്നില്ല. വളരെയധികം നന്ദി. ഏതായാലും അമിത്ഷാ തലശ്ശേരിയിൽ പ്രചാരണത്തിന് വരികയാണ്. തലശ്ശേരിയിലെ BJP വോട്ടർമാരോട് ആർക്ക് വോട്ട് ചെയ്യാൻ അമിത്ഷാ ആവശ്യപ്പെടും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അതേസമയം BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്ന അദ്ദേഹം ശ്രീ ഹരിദാസ് പറയുന്നു, ഇത് തീർച്ചയായും ഉദ്യോഗസ്ഥർക്ക് പരിഹരിക്കാവുന്നതാണ്, അവർ അവരുടെ വിവേചനാധികാരം ഉപയോഗിക്കണമെന്നും പറയുന്നു. BJP സുപ്രീം കോടതിയിലേക്ക് കൂടി പോകുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. വിളിച്ച പ്രേക്ഷകർക്ക് നന്ദി. പൊതുവേദിയുടെ സമയം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്ത കാണാം. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തടിയിലെന്തു കാര്യം?